ദേ നമ്മുടെ ചേർത്തല മുട്ടത്തങ്ങാടി ജംഗ്ഷൻ്റെ ആ ഒരു ഭംഗി നോക്കിക്കല്ലേ. ആഹാ, എന്താണല്ലേ ഒരു ചന്തം. ശരിക്കും ഒരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ദേ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഗോകുലം ഹോട്ടലിലേക്ക്. അപ്പോൾ നമ്മുടെ ചേർത്തല മുട്ടത്തങ്ങാടി ജംഗ്ഷനിൽ നിന്ന് നേരെ തെക്കോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഈ ഗോകുലം ഹോട്ടൽ. എന്ത് വേണേലും വെജിറ്റേറിയൻസിന് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഷെഷ്വാൻ മസാല ദോശയും അതുപോലെ തന്നെ മൈസൂർ മസാല ദോശയുമാണ്. അപ്പോൾ ഈ രണ്ട് ഐറ്റം കിട്ടുന്നതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആൾക്കാർക്ക് അറിവുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുത്തെ സ്പെഷ്യൽ ഷെഫായിട്ടുള്ള ഒരു പയ്യനുണ്ട്, അവനാണ് ഈ രണ്ട് ഐറ്റം ഇവിടെ കിടുക്കനായിട്ട് ചെയ്ത് ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദേ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എല്ലാവരുടെയും മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. കാരണം ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് മടങ്ങുന്ന ഏതൊരു സാധാരണക്കാരനും ധൈര്യമായിട്ട് കയറി വരുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ ഗോകുലം റെസ്റ്റോറൻറ്റ്. ഞാൻ ദേ വന്ന് അടുക്കളയിൽ വായി നോക്കി നിൽക്കുകയാണ് കേട്ടോ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ചായയ്ക്ക് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് വേറൊന്നുമല്ല, എപ്പോഴും ഏലക്കയുടെ ഒരു രുചി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നല്ല കട്ടി പാലൊക്കെ ഒഴിച്ച് നല്ല കിടിലൻ ചായ, നല്ല ഏലക്ക രുചിയോടെ ദാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചായ ആറ്റി കുടിക്കാം. അപ്പോൾ ഈ പറയുന്ന സ്ഥലത്ത് അടിപൊളി ഉഴുന്നുവടയുണ്ട്. ഇവിടുത്തെ ഉഴുന്നുവട വളരെ സ്പെഷ്യൽ തന്നെയാണ്. നല്ല മുരുമുരാന്നിരിക്കുന്ന അടിപൊളി ഉഴുന്നുവടയാണ് കേട്ടോ. ഗോകുലത്തിൽ ഉഴുന്നുവട കഴിച്ചിട്ടുള്ളവർ എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല ഗോകുലത്തെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ഗോകുലത്തിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യണം. ഇനിയിപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിലും ഗോകുലത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല കേട്ടോ. അത്രയും അടിപൊളിയാണ് ഇവിടുത്തെ കുക്കിംഗ് ആണെങ്കിലും എല്ലാം തന്നെ. കണ്ട ഉഴുന്നുവടയ്ക്ക് ഇങ്ങനെ തിളച്ച് സ്വർണ്ണ നിറത്തിലായി വരുവാണ്. അടിപൊളിയല്ലേ. അതിൻ്റെ പുറത്ത് പൊട്ടുപൊട്ടായിട്ടിരിക്കുന്ന ഐറ്റമാണ് നമ്മുടെ കുരുമുളക് പൊടി. അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ മാവ് സ്ഥിരമേ അരഞ്ഞുകൊണ്ടേയിരിക്കും, കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ദാ മസാല ദോശയും നെയ്റോസ്റ്റും ഒക്കെ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് സാധാരണ നെയ്റോസ്റ്റും മസാല ദോശയും ഒന്നും കാണാൻ വേണ്ടിയിട്ടല്ല, ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഷെഷ്വാൻ മസാല ദോശയും അതുപോലെ മൈസൂർ മസാല ദോശയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചേച്ചിയൊക്കെ ഹാപ്പി ആയിട്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അരിയോടരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മസാല ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഇവിടെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉഴുന്നവിടെയൊക്കെ ആ തിളച്ച് മറിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് മറിഞ്ഞെല്ലാം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതേ ഒരു ചായ വാങ്ങി ആറ്റി കുടിക്കാൻ പോവാണ്. ആ ഒരു ഏലക്ക ചുവയുള്ള ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കി ഇത് മധുരിടാത്ത ചായയാണ് കേട്ടോ. ചേട്ടനിപ്പം ഞാൻ കൊണ്ട് കൊടുത്തതാണ് മീഡിയം മധുരത്തിൽ നല്ല കടുപ്പമുള്ളൊരു ചായ. അപ്പോൾ ഞാനിവിടെ എന്താണേലും നമ്മുടെ അടുക്കളയിൽ നിന്ന് മാറിയിട്ടില്ല. ഇവിടെ സാമ്പാറുണ്ട്, നല്ല ചമ്മന്തിയുണ്ട്, ലൂസ് ചമ്മന്തിയുണ്ട്, കൂടാതെ നല്ല നാന്തരം മുളക് ചമ്മന്തിയുണ്ട്. അങ്ങനെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് മറ്റൊരു സ്പെഷ്യാലിറ്റി. പിന്നെ ഈ ചമ്മന്തിപ്പൊടിയും ആ ഉണ്ട ചമ്മന്തിയില്ലേ, കട്ടി ചമ്മന്തി, അത് രണ്ടും നമുക്ക് പാഴ്സലിൻ്റെ കൂടെ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. ടേബിളിൽ സെർവ് ചെയ്യാറില്ല ഇവർ. അപ്പോൾ ഇനി ടേബിളിൽ കിട്ടിയില്ലായിരുന്നു, സ്നേഹം ഇതൊക്കെ കാണിച്ചായിരുന്നു എന്നൊന്നും പറഞ്ഞേക്കരുത്. പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോയി നോക്ക്, അപ്പോൾ ഉറപ്പായിട്ടും ഈ ഐറ്റംസൊക്കെ ഇതിനകത്ത് കാണും. ഒരുപാട് സ്പേസ് ഇല്ല കേട്ടോ ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട്. വളരെ കുറച്ച് ടേബിളുകളേ ഉള്ളൂ എങ്കിലും വെയിറ്റ് ചെയ്ത് ആൾക്കാർ സാവകാശം നിന്ന് തന്നെ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട്. അതാണ് ഗോകുലത്തിലെ ഐറ്റംസിൻ്റെ രുചിയുടെ വൈഭവം. അങ്ങനെ തനി നാടൻ രീതിയിൽ ചായ നല്ല കടുപ്പത്തിലും മീഡിയം കടുപ്പത്തിലും ചെറിയ കടുപ്പത്തിലും ഒക്കെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്തായാലും ഈ ചമ്മന്തിപ്പൊടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ചമ്മന്തിപ്പൊടിയല്ല കേട്ടോ, ഐറ്റം ദോശപ്പൊടിയാണ്. നല്ല കായത്തിൻ്റെ ഫ്ലേവറൊക്കെ ചേർന്നിട്ട് അടിപൊളി ചമ്മന്തിപ്പൊടി, ദോശപ്പൊടി. ഇവിടെ നോക്കിയേ, നമ്മൾ പൊറോട്ട ഇങ്ങനെ അടിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇടുന്ന കണ്ട പോലെയാണ് അവൻ ദോശയുടെ പരിപാടി നടത്തിയ കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഇവിടുത്തെ നെയ്റോസ്റ്റ്, സ്പെഷ്യൽ നെയ്റോസ്റ്റാണ്. അതെന്തായാലും വാങ്ങിച്ചുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ചപ്പോഴാണ് ഈ പ്ലേറ്റിൻ്റെ കാര്യം ചേട്ടൻ പറഞ്ഞത്. ഇത് സെർവ് ചെയ്യാൻ എടുത്തുകൊണ്ട് വരുന്ന പ്ലേറ്റാണ്, മോളെ ഇങ്ങോട്ട് തന്നേക്ക്, അവിടെ ടേബിളിൽ വെച്ച് കഴിച്ചോളാൻ. അങ്ങനെ പ്ലേറ്റ് ഞാൻ എന്തായാലും തിരിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഐറ്റംസ് എല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഒന്നാന്തരം ചമ്മന്തിയും സാമ്പാറും, ഒരു ഉഴുന്നുവടക്കുട്ടനും, പിന്നെ നല്ല ഒന്നാന്തരം മുളക് ചമ്മന്തിയും. പിന്നെ ഞാൻ മറ്റേ ആ സ്പെഷ്യൽ ഐറ്റംസ് രണ്ടും ചോദിച്ച് വാങ്ങിച്ചാണ് കേട്ടോ. നല്ല ഉണ്ടച്ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് ചമ്മന്തിപ്പൊടിയും. അപ്പോൾ ഈ ഐറ്റംസ് ഞാൻ പറഞ്ഞ പോലെ പാഴ്സലിൻ്റെ കൂടെ മാത്രമേ കൊടുക്കാറുള്ളൂ. ചെന്ന് ചോദിച്ച് വാങ്ങിയാൽ ചിലപ്പോൾ തരുമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നെയ്റോസ്റ്റ് നമ്മൾ രുചിച്ച് കഴിഞ്ഞു. പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വേണം നേരെ ചെന്ന് അടുക്കളയിൽ അടുത്ത ഐറ്റംസിൻ്റെ പ്രിപ്പറേഷൻ സഹിതം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ഒരു നെയ് റോസ്റ്റിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും മധുരമില്ലാതെ. എന്താണേലും ഏലക്ക ചുവയൊക്കെ ഉള്ളതുകൊണ്ട് മധുരമില്ല എന്നുള്ളൊരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. അതെന്താണേലും നമ്മളിതാ ഇവിടെ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ഏകദേശം തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 11 മണിയോടുകൂടെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് പിന്നെ അങ്ങോട്ട് ഊണിൻ്റെ പരിപാടികൾ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ദാ ഇവിടെ നമ്മൾ പാഴ്സൽ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുവാണ്. ഒരുപാട് ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് പാഴ്സലായിട്ട് ദോശയും മസാല ദോശയൊക്കെ ഓർഡറും ചെയ്യുന്നുണ്ട്, പാഴ്സൽ വാങ്ങുന്നുണ്ട്. പിന്നീടുള്ളത് പരിപ്പ് വടകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ പരിപ്പ് വടയും ഉഴുന്നുവടയൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ്, വെറൈറ്റി ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഏകദേശം 43 വർഷങ്ങളായി ഈ ഹോട്ടൽ ഇവിടെ തുടങ്ങി വെച്ചതെന്നാണ് നമ്മുടെ മുതലാളി അഭിപ്രായപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഐറ്റം. ഇത് നോക്കിക്കേ, നല്ല ഒരു കഷ്ണം വെണ്ണയാണ്. വെണ്ണ ആദ്യം എടുത്ത് അതിന് ചുറ്റും ഒന്ന് പെയിൻ്റ് അടിക്കുന്ന പോലെ റൗണ്ട് ചുറ്റിയാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് ഷെഷ്വാൻ്റെ സ്പെഷ്യൽ മസാല അങ്ങ് ഒഴിച്ച് അതിനെയും പരത്തി നല്ല അടിപൊളി പെയിൻറ്റ് ചെയ്യുന്ന രൂപത്തിൽ മൊത്തം എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ആക്കി അതിനകത്തേക്ക് മസാലയും കൂടെ വെച്ചിട്ട് മടക്കി നല്ല വാഴയിലപ്പുറത്തോട്ട് വെച്ച് തരും. അതുപോലെ അടുത്ത ഐറ്റമാണ് നമ്മുടെ മൈസൂർ മസാല ദോശ. അപ്പോൾ ഈ മൈസൂർ ഐറ്റം ഇതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയൊക്കെ അങ്ങനെ തേച്ച് പെരട്ടി തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ പുറത്തേക്ക് എന്തൊക്കെയോ പൊടികളും പൊടിക്കൈകളും ഒക്കെ ചേർത്ത് അതിലേക്ക് വീണ്ടും മസാലയും കൂടെ ഇട്ട് വെച്ച് ഇങ്ങനെ മടക്കി വീണ്ടും നമ്മുടെ വാഴയിലപ്പുറത്തോട്ട് ഒരു വെച്ച് തരലുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ വരവാണ് നമ്മുടെ ടേബിളിലോട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷെഷ്വാൻ ആദ്യം വടയുമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വാങ്ങിച്ചതാണ് നമ്മുടെ മൈസൂർ മസാല ദോശ. അപ്പോൾ അതിങ്ങനെ പ്ലേറ്റിലിരിക്കുന്ന കാണാൻ തന്നെ എന്നാ ഒരു ചന്തമല്ലേ. ആ സ്വർണ്ണ നിറത്തിലുള്ള മുരിഞ്ഞ് നല്ല മസാല ദോശയും ഉഴുന്നുവടയൊക്കെ ആയിട്ട് നല്ല ഗംഭീര രാജയോഗം പോലെ ഇരിക്കുകയാണ് നമ്മുടെ മസാല ദോശ. അപ്പോൾ ഇനി ഇതങ്ങ് കഴിച്ചാലോ? അപ്പോൾ സ്ഥിരം നമ്മൾ കഴിക്കാറുള്ള സാധാരണ മസാല ദോശയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ള ഷെഷ്വാൻ മസാല ദോശ ഞാനിതാ ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒരു ടേസ്റ്റ്. പിന്നെ മസാല സെയിം തന്നെയാണെങ്കിലും അതിൻ്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ച മറ്റേ പെയിൻ്റ് അടിച്ച് വെച്ച ആ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഇത് വ്യത്യസ്തമാകുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, ബോറോ ടേസ്റ്റൊന്നും അല്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ അത് നല്ല മുരുമുരാന്നിരിക്കുന്നതും കൂടെ കൊണ്ട് ആ ഒരു ടേസ്റ്റും അതിൻ്റെ കൂടത്തിൽ നമ്മൾ ഈ പറയുന്ന മസാല ദോശയുടെ ആ ഗ്രേവി അല്ലല്ലോ, എന്താണ് മസാലയും കൂടെ എടുത്തിങ്ങനെ വായിലോട്ട് വയ്ക്കുമ്പോൾ നല്ല രസമാണ്. ഒന്ന് മണത്തും കൂടെ നോക്കിയാലുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ആ സുഗന്ധം ഇങ്ങനെ വലിച്ചെടുത്തിട്ട് വേണം വായിലോട്ട് ഇങ്ങനെ വെച്ചൊന്ന് ചവച്ച് നോക്കാൻ. മക്കളെ പൊളിയാണൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. വന്നൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മൈസൂർ മസാല ദോശയും അങ്ങനെ തന്നെ കറക്റ്റ് മൈസൂർ രുചി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മൈസൂർ പോയിട്ടുണ്ടാവണം, ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചപ്പോൾ കിട്ടിയ ആ രുചി എനിക്ക് എന്തായാലും ഇഷ്ടമായതുകൊണ്ട് ഇത് തന്നെയാണ് മൈസൂർ മസാല ദോശ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഊണിൻ്റെ പരിപാടി തുടങ്ങുകയായി. നല്ല തൂശനില ഇങ്ങനെ വിരിച്ച് അതിൻ്റെ പുറത്ത് തുമ്പപ്പൂ ചോറും വിളമ്പിയിട്ട് ഓലനും തോരനും അച്ചാറും ഒക്കെ ആയിട്ട്, അച്ചാറെന്നൊക്കെ പറഞ്ഞല്ലേ നല്ല കറുമുറാന്നിരിക്കുന്ന പച്ച മാങ്ങ ഇങ്ങനെ മുളകും കായപ്പൊടിയൊക്കെ ചേർത്ത് വെച്ച് ഒരു അച്ചാറില്ലേ, ആ നാടൻ അച്ചാറും ഒക്കെ കൂടെ അങ്ങ് വിളമ്പി വെച്ചിട്ട് ആ ചൂട് ചോറിങ്ങനെ വാഴയിലയിലോട്ട് പൊതിഞ്ഞ് നല്ല കുട്ടപ്പനാക്കി അതിൻ്റെ കൂടെ 3 ഒഴിച്ചുകറികളും കൂടെ കട്ടി തൈരും പിന്നെ പപ്പടവും ഒരു തൈര് മുളകും കൂടെ ആയാൽ ഗംഭീരം തന്നെയല്ലേ. അപ്പോൾ ഇന്നാരോ ഈ ഊണ് കഴിച്ച് തകർക്കാൻ പോവാണ്. അപ്പോൾ ദോശയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനി ഊണ് കഴിക്കാനുള്ള സ്പേസ് എൻ്റെ വയറ്റിലില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.